മോനെല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നു. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോകും. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകത്തില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ചുണ്ട്. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ. ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്തപ്പോ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. ആരോഗ്യമന്ത്രി അങ്ങനെ ആരും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിന്റെ ഒരു ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും ഇല്ല. ഇത്രയും വലിയ പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ ഇതിനകത്ത് ഒരാൾ നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. ഇതിനൊക്കെ വരുന്നത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടാരത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാരത്തിൽ കൊണ്ടൊരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാരത്ത് പോകുന്നത് ചിന്തിക്കുന്നത് എന്തുകൊണ്ട്? നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാരത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയി. ഇപ്പോഴും നമുക്ക് വണ്ടാരത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. ഇപ്പൊ ഇവര് അത് അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതല്ല, അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബി ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മള്. ലളിതാംബി ആലപ്പുഴയിലെ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തതും നമ്മളങ്ങോട്ട് കൊണ്ടുപോയതും എല്ലാം. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കഴിഞ്ഞ 5 വർഷത്തോളം ദുരിതമനുഭവിച്ച ഉഷ എന്ന വീട്ടമ്മയുടെയും അവരുടെ മകന്റെയും പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കഠിനമായ വേദനയിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ കഴിഞ്ഞുപോയത്, താൻ ജീവിച്ചു പോന്നതെന്നാണ് ഉഷ പ്രതികരിച്ചിരിക്കുന്നത്. അതിനിടെ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അധികൃതർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ഉഷയുടെ വയറിനുള്ളിൽ നിന്ന് കത്രിക കണ്ടെത്തിയ സംഭവം നിർഭാഗ്യകരമെന്ന് ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പലും പറഞ്ഞു. കോവിഡ് കാലത്താണ് ശസ്ത്രക്രിയ നടന്നത്. ചികിത്സാ പിഴവ് പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 2021 നടന്ന കോവിഡ് കാലത്ത് നടന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് നമ്മുടെ പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ, അന്ന് 48 വയസ്സുള്ളൊരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ ഒരു വീർപ്പെന്നുള്ള, വയറ്റിലൊരു മുഴ പോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10/5/2021 അവർ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് വയറ്റിലൊരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു മുഴയാണെന്ന് ഒരു സംശയമുണ്ടായി. വളരെ വലിയൊരു മുഴയാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ സർജറിക്ക് വിധേയമായി. 12/5/21 സർജറിക്ക് വിധേയമായി. സർജറി വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയായി. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിനുശേഷം അവർ 2 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ കൃത്യമായിട്ട് ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇവിടെ ഫോളോ അപ്പിനൊന്നും വന്നതായിട്ടൊന്നും നമ്മുടെ രേഖകളിലൊന്നും കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ നഗരത്തിലെ ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അവിടെ നടത്തിയ ഒരു എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെൻ്റ്, ഒരു ആർട്ടറി ഫോഴ്സപ്സ് അത് കണ്ടെത്തുകയും ചെയ്തു. ബ്ലഡ് ഷുഗറൊക്കെ വളരെ കൂടുതലാണ്. മകൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് ലീവ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നോളാം, സാവകാശം ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞാൽ അവർ ഇവിടുന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവരൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ രാത്രി തന്നെ പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി. കാരണം നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർഷ്യറി കെയർ സെൻ്റർ ആയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും അന്ന് ഡോക്ടർമാർ ജോലി ചെയ്തത് ഈ PPE കിറ്റിട്ടും ഗോഗിൾസ് ധരിച്ചുമൊക്കെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജോലികളൊക്കെ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. 2 കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും
കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. ഒന്ന് കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. സംഭവം വിദഗ്ധ സംഘം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതായും തെറ്റുകാരെ സസ്പെൻഡ് ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DMEക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ DMEയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിന്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും. വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ രംഗത്തെത്തി. സിസ്റ്റത്തിന്റെ പിഴവാണ് സംഭവിച്ചത്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും ഡോക്ടർ ഷാഹിദ പറഞ്ഞു. അല്ല, അത് സ്റ്റാഫ് നഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഫ്ലോർ നഴ്സ് ഇല്ല. സ്റ്റാഫ് നഴ്സ് സാധാരണ എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന കേസിനൊക്കെ സീനിയർ മോസ്റ്റ് സിസ്റ്റർ ആണ് കയറുന്നതും. എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് ആണ് കയറുന്നതും ഇടുന്നതും. അപ്പം പക്ഷേ ഈ ഫ്ലോർ നഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നും അതൊരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാഫ് കുറവായതുകൊണ്ടായിരിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലാണ് ഉപകരണം കുടുങ്ങിയതെന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. ഉഷ വേറെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് ഡോക്ടർ ലളിതാംബിക ന്യായീകരിക്കുന്നു. ഡോക്ടറാണോ അന്ന് ഈ സർജറി ചെയ്തത്? അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാതെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരിലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, സ്കോട്ട്നേഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്റെ അറിവിൽ അടുത്തൊരു ഫ്ലോർ നഴ്സ് സ്റ്റാഫ് ഉണ്ടാവാറില്ല. ഈ ഓപ്പറേഷനിലാ വന്നതെന്ന് ഇല്ല, കാണത്തില്ല. അത് ഒമന്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണാം. അതിലൊരു കാര്യം ഇപ്പൊ പക്ഷെ 20 വർഷം മുമ്പല്ല 30 അനങ്ങാതിരിക്കായിരുന്നു. പാക്ക് ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നും എല്ലാവർക്കും മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന് അതിന്റെ വേദന. അതിനിടെ സംഭവത്തിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രസ് മീറ്റ് നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഡോക്ടർമാരുടെ മുഖം മറച്ച് മേശപ്പുറത്ത് കയറിയിരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഈ ആരോപണ വിധേയായ ഡോക്ടർ പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ പിഴവാണെന്ന്, ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണം. നമുക്കറിയാം ഇതിനു മുൻപ് പ്രത്യേകിച്ചും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ നിരവധി ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അധികൃതർ സ്വീകരിച്ചത്. അവിടെ ഒരു ശക്തമായ നടപടി അന്ന് വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ ആവർത്തിക്കില്ലായിരുന്നു.
ഈ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത്? മാത്രമല്ല ഈ ഒരു പരാതിക്ക് പിന്നാലെ ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമോ? എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നടപടികൾ? ടോമ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ്. അതായത് ആ സ്ത്രീയുടെ വയറിനകത്ത് കത്രിക ഉണ്ട് എന്നുള്ളത് സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്റേയിൽ വളരെ കൃത്യമായി ഈ ശസ്ത്രക്രിയ ഉപകരണം അതിനകത്തുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഡോക്ടർമാർ നടത്തിയ പ്രതികരണം അടക്കം ശ്രദ്ധേയമാണ്. അതായത് ഇങ്ങനെ ഒരു അന്നത്തെ യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് ഇങ്ങനെ ഒരു ഉപകരണം അതിനകത്തുണ്ട് എന്ന് വെച്ച് അതൊരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് മറ്റൊരു കാര്യം കൂടി, ഇതിൽ ഗുരുതരമായൊരു കാര്യം അവരുടെ മകൻ, അതായത് യുഷയുടെ മകൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡോക്ടർ ലളിതാംബികയെ വീട്ടിൽ ചെന്ന് കണ്ട് അവരെ കൺസൾട്ട് ചെയ്ത ശേഷം അവർക്ക് പണമടക്കം നൽകിയ ശേഷമാണ് ശസ്ത്രക്രിയയ്ക്കായി അമ്മയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവർ വരുന്നത് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.